ഹലോ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഒരു ചെറിയ ടോപ്പിക്കാണ്, ഇമേജ് ജിയോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇമേജ് ജിയോമെട്രിയിൽ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഇമേജിൽ നമ്മൾ നടത്തുന്ന കുറേ ഓപ്പറേഷൻസ് ആണ് ഇമേജ് ജിയോമെട്രിയിൽ വരുന്നത്. സോ ജിയോമെട്രിക് ഓപ്പറേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് താഴെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ഓപ്പറേഷൻ എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ സ്കെയിൽ ഓപ്പറേഷൻ ആണ്. സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമേജിന്റെ കണ്ടന്റ് സൈസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെയിൽ ചെയ്യാന്നുള്ളത്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ സ്കെയിൽ ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇമേജിന്റെ കണ്ടന്റ് സൈസ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. കൂടുതൽ നമുക്ക് താഴെ നോക്കാം. ദെൻ റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചേഞ്ച് ഇമേജ് കണ്ടന്റ് ഓറിയന്റേഷൻ. കണ്ടന്റ് ഓറിയന്റേഷൻ ഒരിക്കലും സൈസ് അല്ല, റൊട്ടേറ്റ് നമുക്കറിയാവുന്നില്ല, ഓറിയന്റേഷൻ ആണ്. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടന്റ് ഓറിയന്റേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജിന്റെ കണ്ടന്റ് ഓറിയന്റേഷൻ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് റൊട്ടേറ്റ് ഓപ്പറേഷനിലൂടെ. റൊട്ടേറ്റ് എന്താണ്, ഒരു ജിയോമെട്രിക് ഓപ്പറേഷൻ ആണ്. അതേപോലെ തന്നെ റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഓവർ ഇമേജ് കണ്ടന്റ്സിനെ ഫ്ലിപ്പ് ഓവർ ചെയ്യാന്നുള്ളതാണ്. ദെൻ ട്രാൻസ്ലേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണ്, കണ്ടന്റിന്റെ പൊസിഷൻ, ഇമേജ് കണ്ടന്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമേജ് കണ്ടന്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. ദെൻ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഇസ് അനദർ ജിയോമെട്രിക് ഓപ്പറേഷൻ. അതിനെ കുറിച്ചിട്ട് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല, കാരണം അത് കുറച്ച് പറയാനുണ്ട്. അതുകൊണ്ട് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ താഴെ എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ഇവിടെ പറയുന്നത് ജനറൽ ഇമേജ് കണ്ടന്റ് ലീനിയർ ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ആണ്. ജനറൽ ഇമേജ് കണ്ടന്റ്സിന്റെ കേസിൽ ലീനിയർ ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അഫൈൻ ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഓപ്പറേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഒരു ഐഡിയ. ഇവിടെ നോക്കൂ, ഇപ്പൊ ഇതൊരു ഡിജിറ്റൽ ഇമേജ്, അതൊരു ഇമേജ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, എന്തോ ഒരു ഓപ്പറേഷൻ വഴി എന്ത് ചെയ്തു, ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, അതിന്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏതാണ് ഓപ്പറേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ആവുന്നതാണ്. ദെൻ ഇവിടെ നോക്കൂ, ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഇമേജ് അനാലിസിസ്. ഇമേജ് അനാലിസിസിന്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇമേജ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേജ് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം കമ്പാരിസൺസിനൊക്കെ അനാലിസിസ് നടത്താൻ, ഇമേജിലുള്ള അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പെർമിറ്റ് ദ എലിമിനേഷൻ ഓഫ് ഡിസ്റ്റോർഷൻ ദാറ്റ് ആർ ഒക്കേർഡ് വെൻ ആൻ ഇമേജ് ഈസ് ക്യാപ്ചേർഡ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇമേജിന്റെ ഡിസ്റ്റോഷൻസിനെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ, എപ്പോഴുള്ള നമ്മൾ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്റ്റോഷൻസ് അത് എലിമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ഇമേജ് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിയോമെട്രിക് ഓപ്പറേഷൻസ് വഴിയാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, ഈ എലിമിനേഷൻ നടത്തുന്നത്. ഓക്കെ, ഇഫ് ദ വൺ അറ്റംപ്റ്റ്സ് ടു match two different image of the same object, a geometric transformation may be needed. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഇപ്പൊ നമ്മൾ ഒരു ക്യാപ്ചറിംഗ് ഡിവൈസ് വഴി, ഒരു ക്യാമറ വഴി 2 ഇമേജ്, ഒരേ സാധനം തന്നെ 2 ഇമേജ് ക്യാപ്ചർ ചെയ്തു. സോ ആ ഒരു ഇമേജുകൾ തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസിന്റെ 2 സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. സ്റ്റെപ്പ് 1 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ സ്റ്റെപ്പ് 1 നോക്കുക, ഡിറ്റർമൈനിങ് ദ പിക്സൽ കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോർമേഷൻസ്. ആദ്യം തന്നെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷന് പിക്സൽസിനെ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ മാപ്പിംഗ് ഓഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മൂവിങ് ഇമേജ് പിക്സൽ ടു ദ പോയിന്റ് ഓഫ് ഫിക്സഡ് ഇമേജ്. അഥവാ ഇപ്പൊ നമുക്ക് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ 2 ഇമേജുകൾ നമുക്ക് കിട്ടി നോക്കുക. ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒന്ന് മൂവിങ് ഇമേജ് പിക്സൽസും അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഇമേജിന്റെ പിക്സൽസ് പോയിന്റ്സും തമ്മിൽ എന്ത് ചെയ്യുക, മാപ്പ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതിന്റെ 2 കോർഡിനേറ്റ്സും തമ്മിൽ മാപ്പ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു മൂവിങ് ഇമേജും ഫിക്സഡ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, മൂവിങ് ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിക്സഡ് ഇമേജ് ആക്കിയിട്ട് നമുക്കതിനെ
മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റെപ്പ് 1 നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്. മാപ്പിംഗ് ആണ്. മാപ്പിംഗ് ഓഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മൂവിങ് ഇമേജ് പിക്സൽ ടു ദ പോയിന്റ് ഇൻ ദ ഫിക്സഡ് ഇമേജ്. ഫിക്സഡ് ഇമേജിൽ അത് തമ്മിലുള്ള ഫിക്സഡ് ഇമേജിലും മൂവിങ് ഇമേജിലും കൂടെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. പിക്സൽ കോർഡിനേറ്റ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡിറ്റർമൈനിങ് ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ പോയിന്റ് ഇൻ ദ ഡിജിറ്റൽ ഗ്രിഡ് ഓഫ് ദ ട്രാൻസ്ഫോംഡ് ഇമേജ്. ഇപ്പൊ നമ്മളങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഇമേജിന്റെ എന്ത് ചെയ്യുന്നു, ബ്രൈറ്റ്നെസ് ഓരോ പോയിന്റിലും ഡിജിറ്റൽ ഗ്രിഡിലുള്ള ഓരോ പോയിന്റിന്റെയും എന്താണ് ബ്രൈറ്റ്നെസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ബ്രൈറ്റ്നെസ് കറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. സോ ഒന്നാമത്തേൽ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. പിക്സൽ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേൽ. രണ്ടാമത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, ബ്രൈറ്റ്നെസ് ആണ്. എന്തിന്റെ ആ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഇമേജിന്റെ എന്താണ് ഓരോ പോയിന്റും ഡിജിറ്റൽ ഗ്രിഡിലുള്ള ഓരോ പോയിന്റിന്റെയും ബ്രൈറ്റ്നെസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ 2 സ്റ്റെപ്സ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ദെൻ ഇന്റർപോല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കൂ, ഇപ്പോൾ നമ്മള് ഇവിടെ ഞാനൊരു ഇമേജിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത്. ഇതില് ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡോട്ട് പോലുള്ള ഒരു സർക്കിളും കൊടുത്തിട്ടുണ്ട്, ക്ലോസ് സർക്കിളും കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ സർക്കിളും കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോസ് സർക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ഒറിജിനൽ ഇമേജ് പിക്സൽസ് ആണ്. ക്ലോസ് സർക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ന്യൂ ഇമേജിന്റെ പിക്സൽസ് എന്നുള്ളതാണ്. സോ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തുള്ള എന്താണ് ഇപ്പൊ ഇതൊരു പുതിയ 2 ഇമേജുകളെ നമ്മൾ പിക്സൽസിന് എന്ത് ചെയ്തു, ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയിലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺസ് ഈക്വൽ ആണ്. അതാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇന്റർപൊല്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ടോ. ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളതും ഇതിനെയാണ് ഈ ഇതുമായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇന്റർപൊല്യൂഷൻ പോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എനിവേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇന്റർപൊല്യൂഷൻ പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്പൺ സർക്കിളും ക്ലോസ് സർക്കിളും, ദാറ്റ് മീൻസ് ഒറിജിനൽ ഇമേജിന്റെ പിക്സൽസും ന്യൂ ഇമേജിന്റെ പിക്സൽസും തമ്മിലുള്ള കണക്ഷൻസ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇന്റർപൊല്യൂഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓരോ ഓപ്പറേഷൻസ് അഥവാ സ്കെയിലിംഗ് ഓപ്പറേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്കെയിലിംഗ് ഓപ്പറേഷൻസ് എന്താണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടു ഷ്രിങ്ക് ഓർ സൂം ദ സൈസ് ഓഫ് എൻ ഇമേജ് ഓർ പാർട്ട് ഓഫ് എൻ ഇമേജ്, അതാണ് എന്ത് പറയുന്നത്, സ്കെയിലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സൂം ചെയ്യാറുണ്ട് അല്ലേ, അതുപോലെ തന്നെ ഷ്രിങ്ക് ചെയ്യാറുണ്ട്. എന്തിന്, സൈസ് ഓഫ് എൻ ഇമേജിന്റെ സൈസ് നമ്മൾ ഷ്രിങ്ക് ചെയ്യുക, സൂം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. സോ ഒന്നുകിൽ ഇമേജിന് മൊത്തത്തിൽ അല്ലെങ്കിൽ ഇമേജിന്റെ ഒരു പാർട്സിനെ മാത്രം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ടു ആൾട്ടർ ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ, അവിടെ എന്താ ചെയ്യുന്നത്, എന്താണ് ആൾട്ടർ ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ. ആ ഒരു ഇമേജിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ ക്വാണ്ടിറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആൾട്ടർ ചെയ്യുന്നത്, ചേഞ്ച് വരുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടു ചേഞ്ച് ദ വിഷ്വൽ അപ്പിയറൻസസ് ഓഫ് ദി ഈ സ്കെയിലിംഗ് ഓപ്പറേഷൻ നടത്തുന്നതോടുകൂടി എന്താണ് അവിടെ ആ ഒരു വിഷ്വൽ അപ്പിയറൻസസ്, നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഇമേജിന്റെ വിഷ്വൽ അപ്പിയറൻസസ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്കെയിലിംഗ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ദ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. അഫൈൻ ട്രാൻസ്ഫോർമേഷൻസിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് എന്ത്, സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു സ്കെയിലിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള മാത്ത് ലാബിലൊക്കെ അല്ലേ, മാത്ത് ലാബിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അതിലുള്ള മാത്ത് ലാബിന്റെ കേസിലുള്ള ഈ സ്കെയിലിംഗ് ഓപ്പറേഷൻസിന്റെ കമന്റ് ആണ് ഇമേജ് IM റീസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്ത രണ്ടാമത്തെ ഒരു ഓപ്പറേഷനാണ്, ജിയോമെട്രിക് ഓപ്പറേഷനാണ് റൊട്ടേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എ ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ വിച്ച് മാപ്സ് ദ പൊസിഷൻ ഓഫ് എ picture element in an input image onto a position in an output image by rotating it through an angle about an origin. നമുക്ക് അറിയുന്നതാണ്, നമുക്ക് കൺസെപ്റ്റ് എന്താണെന്ന് അറിയുന്നതാണ്. അത് വേർഡ്സിലൊന്നും ആക്കിയാൽ മതി. എന്തായിരുന്നു, ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ത്, റൊട്ടേഷൻ ഓപ്പറേഷൻ വഴി നടക്കുന്നത്. എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ, ഒരു ഇൻപുട്ട് ഇമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ
ഒരു പിക്ചർ എലമെന്റിന് ആ ഒരു പിക്ചർ എലമെന്റിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു അഥവാ ഔട്ട്പുട്ട് ഇമേജിന്റെ മറ്റൊരു പൊസിഷൻ ആക്കിയിട്ട് മറ്റൊരു പൊസിഷനിൽ അത് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് ത്രൂ റൊട്ടേഷൻ. ഓക്കെ, അത് എങ്ങനെ നടക്കുന്നത്? ആംഗിൾ ആണ്. ഒറിജിനെ ബേസ് ചെയ്തിട്ട് ആംഗിൾ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടന്റ് ഒന്നും അവിടെ മാറുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, ആംഗിൾ ബേസ്ഡിൽ എന്ത് ചെയ്യുന്നു, ആ ഒറിജിൻ ബേസിലെ ആംഗിൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ഇമേജിലും ഔട്ട്പുട്ട് ഇമേജിലും അവിടെ എന്ത് ചെയ്യുള്ളൂ, അതിന്റെ പൊസിഷൻസിൽ, ആ പിക്ചർ എലമെന്റ് പൊസിഷൻസിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. കോമൺലി യൂസ്ഡ് ടു ഇംപ്രൂവ് വിഷ്വൽ അപ്പിയറൻസസ് ഓഫ് ആൻ ഇമേജ്. ഇത് നമ്മൾ റൊട്ടേഷൻ ഓപ്പറേഷൻ എന്തിനാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ആ ഒരു വിഷ്വൽ അപ്പിയറൻസസിനെ എന്ത് ചെയ്യുന്നു, ഒന്ന് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. ഇതും അഫൈൻ ട്രാൻസ്ഫോർമേഷൻസിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. സോ അഫൈൻ ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന തന്നെയാണ് ഏതൊക്കെ, സ്കെയിലിംഗ് ഓപ്പറേഷനും റൊട്ടേഷൻ ഓപ്പറേഷനും. ഓക്കെ, സം ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതുണ്ടോ, ഇപ്പോൾ സം ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇമേജ് XY എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത് സം എന്ത് ചെയ്യുന്നു, ആംഗിൾ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് അവിടെ എന്തായിട്ട് മാറുന്നു, പുതിയ ഇമേജിൽ X' Y' ആയിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ, സം I = ഇമേജ് റീഡ് ചെയ്യുന്ന ഒരു ഇതാണ് IC.tiff ആണ് ആ ഒരു ഇമേജ്. സോ അതിനെ റീഡ് ചെയ്തിട്ട് ഐയിലോട്ട് ഇടുന്നു. ദെൻ ജെയിൽ ഇമേജ് റൊട്ടേറ്റ്, അവിടെ ഇമേജ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് ആണ് IM റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ IM റൊട്ടേറ്റ്, ആ I എന്ന് പറഞ്ഞിട്ടുള്ള ആ റീഡ് ചെയ്തിട്ടുള്ള ആ ഇമേജിനെ 35 ആംഗിളിൽ ബൈലീനിയറിൽ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, ആ ഇമേജിനെ ഷോ ചെയ്യാനാണ് IM ഷോ എന്നിവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തേനെ ഒന്ന് ഷോ ചെയ്ത് കാട്ടി കൊടുക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ അഥവാ റൊട്ടേറ്റ് ആയിട്ടുള്ള ഇമേജിനെയും ജയിലുള്ള ആ റൊട്ടേറ്റ് ആയിട്ടുള്ള ഇമേജിനെയും ഒന്ന് ഷോ ചെയ്ത് കാണിക്കും. ഓക്കെ, then affine transformation. It maps variables, example pixel intensity value located at position in an image, input image, into new variables in an output image by applying a linear combination of translation, rotation, scaling operation. എന്താണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് മാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് മാപ്സ് വേരിയബിൾസ് ഇൻ ടു ന്യൂ വേരിയബിൾസ് ബൈ അപ്ലൈങ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. അഥവാ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിൾ ആക്കിയിട്ട് മാപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, സ്കെയിലിംഗ് ഓപ്പറേഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് റൊട്ടേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു, സ്കെയിലിംഗ് ഓപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞു, സോ ട്രാൻസ്ലേഷൻ. സോ ഇത്രയും കാര്യം ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു വേരിയബിളിൽ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു ഇമേജിൽ എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ റൊട്ടേഷൻ ചെയ്യുന്നു, അതിനുശേഷം സ്കെയിലിംഗ് ചെയ്യുന്നു, അതിൻ്റെ ശേഷം ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. സോ ഇങ്ങനെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിനെ ആ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, സ്കെയിലിംഗ് ഓപ്പറേഷൻസ്, അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു പിക്സലിനെ നമ്മളിപ്പോൾ ഒരു ഇമേജിന്റെ ഒരു പിക്സലിനെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ഒരു പാർട്ടിക്കുലർ പോയിന്റിന് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നു, അതിനുശേഷം സ്കെയിലിംഗ് ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലിക്കേഷൻസ് ഒന്നും അവിടെ വരുന്നില്ല. ദെൻ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവോയ്ഡ് ഇമേജ് ഡിസ്റ്റോർഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫൈൻ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാറുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ നോക്കൂടെ, X2 Y2 ആണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന അഫൈൻ ട്രാൻസ്ഫോർമേഷൻ വഴി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ഇമേജ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് എന്ത് ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, ഫസ്റ്റ് ഒരു കോഫിഷ്യന്റ് ആയിട്ടുള്ള A ആയിട്ട് ഒരു ഇമേജിന്, ദാറ്റ് മീൻസ് ഒരു ഇൻപുട്ട് ഇമേജ് അവിടെ ഉണ്ട് X1 Y1, അതിന് എന്ത് ചെയ്യുന്നു, സം വേരിയബിൾസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ പ്ലസ് B എന്ത് ചെയ്യുന്നു, 0th ഓർഡർ കോഫിഷ്യന്റും ആയിട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു ഇമേജ്. ദാറ്റ് മീൻസ് സം എന്ത് ചെയ്യുന്നു, അവിടെ ജിയോമെട്രിക് ഓപ്പറേഷൻസ് അവിടെ പെർഫോം ചെയ്തതിന് ശേഷം കിട്ടുന്നതായിരിക്കും നമ്മളുടെ നമ്മളുടെ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുള്ള ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ എന്നുള്ളതാണ്, അതാണ് അതിന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഇവിടെ അതിൻ്റെ ഒരു ഇമേജ് ജിയോമെട്രിക്കിൻ്റെ ബേസിക് കൺസെപ്റ്റ് പറയുന്ന ഒരു ഗ്രാഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ് ഇവിടെ, വൈ ആക്സിസ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഒറിജിന് കാണിക്കുന്നുണ്ട്, കോർഡിനേറ്റ് വെക്ടർ കാണിക്കുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പോയിന്റ്. ഈ പിയിലാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഈ ഒരു ഓരോ ജിയോമെട്രിക് ഓപ്പറേഷൻസും ഈ പിയിലാണ് എന്ത് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓരോ പിക്സൽസ് എടുത്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് ആൻ ഇമേജ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പെർഫോം ചെയ്യാം, എൻ്റെ ഇമേജിൽ പെർഫോം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇത്രയാണ് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസിൽ, ഇമേജ് ജിയോമെട്രിയിൽ ജിയോമെട്രിക് ഓപ്പറേഷൻസും ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ.